നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിന് മുന്നേ കോൺഗ്രസിൽ വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന വി.ഡി. സതീശന്റെ പ്രസ്താവന ഒരു വശത്ത് നിൽക്കവേ തന്നെ വിസ്മയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതുപോലെ CPM-ന്റെ ഒരു ശക്തനായ നേതാവായിരുന്നു P.K. ശശി. അദ്ദേഹം പാലക്കാട് ഒറ്റപ്പാലത്ത് മത്സരിക്കും, UDF-ന് വേണ്ടി മത്സരിക്കും എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വളരെ വലിയൊരു വിസ്മയം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. UDF പിന്തുണയോടെ CPM വിമതരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ശശി മത്സരിക്കുക എന്ന വിവരം പുറത്തുവരുന്നത്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒറ്റപ്പാലം മണ്ഡലത്തിലെ UDF നേതാക്കളെ P.K. ശശി സമീപിച്ചു. UDF നേതാക്കളുമായി ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് തിരഞ്ഞെടുപ്പിൽ സഹായം തേടി ശശി കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളെ സമീപിച്ചത്. CPM-മായി അകന്നു നിൽക്കുകയാണ് P.K. ശശി. KTDC ചെയർമാൻ സ്ഥാനം വരെ P.K. ശശി രാജിവെക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ ഒരു പാർട്ടി മാറ്റം പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ താൻ പാർട്ടിയിൽ ഉണ്ടാകും, പാർട്ടി പ്രവർത്തനായിരിക്കും, സ്ഥാനം രാജിവെച്ചുവെന്ന് കരുതി പാർട്ടിയെ താൻ കൈവിടില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് താൻ അകലില്ല എന്നതടക്കമുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയതാണ്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് സ്ഥാനം രാജിവെക്കുന്നതെന്ന് P.K. ശശി പറഞ്ഞിരുന്നു. രാജിക്കത്ത് കൈമാറിയെങ്കിലും CPM-കാരനായി തുടരുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനിടെ P.K. ശശി UDF നേതാക്കളെ കാണുന്നുണ്ട് എന്ന വിവരമൊക്കെ പുറത്തു വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ, മുസ്ലിം ലീഗ് നേതാവ് P.K. കുഞ്ഞാലിക്കുട്ടി എന്നിവരെ P.K. ശശി കണ്ടു, കൂടിക്കാഴ്ച നടത്തി, ചർച്ചകൾ നടത്തി. ഇതോടെ P.K. ശശി കോൺഗ്രസിലേക്ക് എന്ന അഭ്യൂഹം ശക്തമായതിനു പിന്നാലെയാണ് അദ്ദേഹം ഒറ്റപ്പാലത്ത് മത്സരിക്കുമെന്ന വിവരം കൂടി പുറത്തു വരുന്നത്. എന്തായാലും സൊമ്മനസാല എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായാണ് രാജിയെന്നായിരുന്നു P.K. ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചുള്ള കത്തിൽ പരാമർശിച്ചത്. 5 വർഷക്കാലത്തെ KTDCയിലുള്ള തന്റെ അനുഭവങ്ങൾ ഒരിക്കലും വിസ്മരിക്കാനാകില്ലെന്നും വകുപ്പുമായി ബന്ധപ്പെട്ടവരെല്ലാം ഒരു ടീമായാണ് KTDCയെ നയിച്ചതെന്നും അതിന്റെ ഗുണമാണ് തുടർച്ചയായി 2 വർഷങ്ങളിൽ KTDC നേടിയ ലാഭമെന്നതടക്കമുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. ആ ചാരിതാർത്ഥ്യത്തോടെയാണ് താൻ ചെയർമാൻ സ്ഥാനത്തു നിന്ന് പടിയിറങ്ങുന്നതെന്നും P.K. ശശി പ്രതികരിച്ചിരുന്നു. അതേസമയം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ സാഹചര്യത്തിൽ CPM ജില്ലാ നേതൃത്വത്തോട് അതൃപ്തിയുള്ളവരുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട മാർക്സിസ്റ്റ് കൂട്ടായ്മയുടെ ജില്ലാ കൺവെൻഷൻ ഇന്ന് പാലക്കാട്ട് നടക്കും. ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തന ശൈലിക്കെതിരെ പ്രതിഷേധമുയർത്തി പാർട്ടി വിട്ടവർ അടക്കം പങ്കെടുക്കുന്ന കൺവെൻഷൻ രാവിലെ 10-ന് പാലക്കാട് പാർവതി കല്യാണ മണ്ഡപത്തിലാണ് നടക്കുക. മുൻ MLA P.K. ശശി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കൊഴിഞ്ഞാമ്പാറയിലെ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് നേതാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ M. സതീഷ് പറഞ്ഞു. P.K. ശശി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കാണിച്ച് പോസ്റ്ററും മാർക്സിസ്റ്റ് കൂട്ടായ്മ പുറത്തിറക്കി. കൺവെൻഷനിലേക്ക് കഴിഞ്ഞ ദിവസം പ്രവർത്തകർ നേരിട്ടെത്തി ക്ഷണിച്ചെന്നും പങ്കെടുക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് P.K. ശശി പറഞ്ഞത്. M.R. മുരളിയുടെയും P.A. ഗോകുൽദാസിന്റെ നേതൃത്വത്തിൽ മുൻപ് പാർട്ടിയിൽ ചില നീക്കങ്ങൾ നടന്ന സമയത്ത് പോലും ഇത്തരമൊരു കൺവെൻഷൻ ജില്ലയിൽ ചേർന്നിട്ടില്ല. അതിനാൽ തന്നെ പരസ്യ വെല്ലുവിളി എന്ന നിലയിലാണ് കൺവെൻഷനെ തന്നെ പാർട്ടി കാണുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാർട്ടിയോട് അകന്നു നിൽക്കുന്നവരടക്കം പങ്കെടുക്കുമെന്നാണ് വിമതപക്ഷം പ്രതീക്ഷിക്കുന്നത്. P.K. ശശിക്ക് സ്വാധീനമുള്ള മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് മാത്രം 500-അധികം പേർ പങ്കെടുക്കുമെന്ന് മണ്ണാർക്കാട്ടെ കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. കൊഴിഞ്ഞാമ്പാറയിലെ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിന് പുറമെ വോയിസ് ഓഫ് വടക്കഞ്ചേരി, മണ്ണാർക്കാട്ടെ ജനകീയ മതേതര മുന്നണി എന്നീ വിമത കൂട്ടായ്മകളും പങ്കെടുക്കും. നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ മാനസിക പിന്തുണ തങ്ങൾക്കുണ്ടെന്നും സതീഷ് പറഞ്ഞു. വടക്കഞ്ചേരി മുൻ ഏരിയ സെക്രട്ടറി K. ബാലൻ, ഏരിയ കമ്മിറ്റി അംഗം P. ഗംഗാധരൻ എന്നിവർ നേരത്തെ തന്നെ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. കഴിഞ്ഞ 2-3 വർഷത്തിനിടെ CPM ജില്ലാ നേതൃത്വത്തിന്റെ നടപടിക്കിരയായ യഥാർത്ഥ പാർട്ടി പ്രവർത്തകരുടെ കൂട്ടായ്മയായാണ് വ്യാഴാഴ്ച പാലക്കാട് നടക്കുന്നതെന്നും ഇത് ശക്തി പ്രകടന വേദിയായി കണക്കാക്കേണ്ടതില്ലെന്നും M. സതീഷ് പ്രതികരിച്ചു. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട P.K. ശശി ജില്ലയിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിട്ട നേതാവാണെന്നും സതീഷ് പറഞ്ഞു. അതേസമയം ഒറ്റപ്പാലത്ത് P.K. ശശിയെ UDF സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ. ശശിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ അറിയിച്ചു. CPM-മായി അകന്നു നിൽക്കുന്ന ശശിയെ ഒറ്റപ്പാലത്ത് മത്സരിപ്പിക്കരുതെന്ന് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രാദേശിക നേതാക്കൾ നേരത്തെ തന്നെ ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ വരെ തങ്ങളുടെ ആദർശങ്ങളെയും പ്രവർത്തനങ്ങളെയും വേട്ടയാടിയ CPM-ന്റെ ആളുകൾക്കായി സ്വന്തം മണ്ണിൽ വോട്ട് ചോദിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയ അപമാനമാണെന്നാണ് നേതാക്കൾ കണക്കാക്കുന്നത്. KPCC സെക്രട്ടറിയായ P. ഹരിഗോവിന്ദന് സീറ്റ് നിഷേധിക്കുന്നത് കോൺഗ്രസ് കാണിക്കുന്ന നന്ദികേടാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. P. ഹരിഗോവിന്ദനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ തവണ P. സരിനായി ഹരിഗോവിന്ദൻ മാറി നിൽക്കുകയായിരുന്നു. CPM വിട്ട് P.K. ശശി വന്നാൽ ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. P.K. ശശി മത്സരിച്ചാൽ ഒറ്റപ്പാലം സീറ്റിൽ വിജയിക്കാമെന്നാണ് UDF നേതാക്കളുടെ പ്രതീക്ഷ. ഇതിനിടയിലാണ് P.K. ശശിയെ മത്സരിപ്പിക്കുന്നതിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ V.D. സതീശന് കത്ത് നൽകിയത്. അതേസമയം മുതിർന്ന നേതാവ് G. സുധാകരനെ അനുനയിപ്പിക്കാൻ CPM-ന് നീക്കം. സംസ്ഥാന സെക്രട്ടറി M. വി. ഗോവിന്ദൻ G. സുധാകരനെ നേരിട്ട് ഫോണിൽ വിളിച്ച
സംസാരിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് ചിരിച്ചതെന്നും വ്യക്തിപരമായി ആക്ഷേപിച്ചതല്ല എന്നുമായിരുന്നു എം വി ഗോവിന്ദൻ ജി സുധാകരനോട് അറിയിച്ചത്. മെമ്പർഷിപ്പ് പുതുക്കണമെന്നും ആവശ്യപ്പെട്ടു. പരിഗണിക്കേണ്ടതില്ല എന്ന എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിലെ മറുപടിയും പിന്നാലെയുള്ള ചിരിയുമാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. തുടർന്നാണ് പാർട്ടി അംഗത്വം പുതുക്കില്ലെന്ന നിലപാടിലേക്ക് അദ്ദേഹം എത്തിയത്. എന്നാൽ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് നിലവിൽ CPM. എം വി ഗോവിന്ദൻ ജി സുധാകരനെ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. താൻ പരിഹസിച്ചതല്ലെന്നും മാധ്യമപ്രവർത്തകർ തെറ്റായി പ്രചരിപ്പിക്കുകയാണെന്നും എം വി ഗോവിന്ദൻ സുധാകരനെ ധരിപ്പിച്ചു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് ചിരിച്ചതെന്നും വ്യക്തിപരമായി ആക്ഷേപിച്ചതല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല പാർട്ടി അംഗത്വം പുതുക്കാനും ആവശ്യമുന്നയിച്ചു. പക്ഷേ ജി സുധാകരൻ മെമ്പർഷിപ്പ് പുതുക്കില്ലെന്ന നിലപാട് പാർട്ടി സെക്രട്ടറിയോടും ആവർത്തിക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കടുത്ത വിമർശനം ഉന്നയിച്ച ജി സുധാകരനെ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറും ഫോണിൽ വിളിച്ചിരുന്നു. അംഗത്വ ഫോറം പൂരിപ്പിച്ച് നൽകില്ലെന്നാണ് സുധാകരൻ നാസറിനോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് പാർട്ടി അംഗത്വം പുതുക്കില്ലെന്ന് ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. 63 വർഷം നീണ്ട CPM അംഗത്വം ഉപേക്ഷിച്ച് സുധാകരൻ പാർട്ടി വിടുകയാണെന്ന സൂചനയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലെത്തിയ ശേഷം ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല. പൊതുപരിപാടികൾ അവഗണിച്ചു. എം വി ഗോവിന്ദൻ താൻ പരിഗണന അർഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. എം വി ഗോവിന്ദൻ ശരിയല്ലാത്ത പ്രയോഗമാണ്. പാർട്ടി സെക്രട്ടറി കളിയാക്കി ചിരിച്ചു, ആരും തിരുത്തിയില്ലെന്നും ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആഘോഷിച്ചപ്പോൾ തനിക്ക് ക്ഷണക്കത്ത് പോലും നൽകിയില്ല. ആദർശ ആശയങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം നിൽക്കും. നിയമസഭാ സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് നേതൃത്വത്തിനെതിരെ ജി സുധാകരന്റെ കടന്നാക്രമണം. വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദന്റെ പരാമർശം പങ്കുവച്ചായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. മുൻ മന്ത്രി മുതിർന്ന CPM നേതാവുമായ ജി സുധാകരൻ പാർട്ടി വിടുന്നു, അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷനൊക്കെ അടുത്ത് നിൽക്കുന്ന സമയത്ത് CPMന്റെ ഏറ്റവും ശക്തനായ ഒരു നേതാവ് കൂടി ആ പാർട്ടിയിൽ നിന്ന് പോകുമ്പോൾ അത് എത്രമാത്രം തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടായി പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്. ജി സുധാകരൻ ഒരു പരിഗണനയും അർഹിക്കുന്നില്ലെന്ന് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നതിന്റെ വീഡിയോ അടക്കം പങ്കുവച്ചായിരുന്നു സുധാകരൻ പോസ്റ്റ് ഇട്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ സുധാകരൻ പറയുന്നത് ഇപ്രകാരമാണ്: 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി അംഗത്വം പുതുക്കാൻ ഞാൻ അപേക്ഷ കൊടുത്തില്ല, അതുകൊണ്ട് ലെവിയും വരിസംഖ്യയും അടയ്ക്കേണ്ടി വന്നില്ല. 2022 സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി. ആലപ്പുഴ DC-യുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയാണ്. വീണു പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ചിനൊഴികെ മറ്റെല്ലാത്തിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല, പരാതിയില്ല. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള തനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം എന്റെ വീടിനടുത്ത് വെച്ചുള്ള EMS ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആദ്യകാലത്ത് തന്നെ നിരോധനം ലംഘിച്ച് പ്രകടനം നടത്തിയ അറസ്റ്റും ജയിൽവാസവും ലോക്കപ്പ് മർദ്ദനവും BIR കേസ് ഉൾപ്പെടെ അനുഭവിച്ച ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളായ തനിക്കൊരു ക്ഷണക്കത്ത് പോലും നൽകിയില്ല. തന്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ട് അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഉറ്റ ശിഷ്യനാണ്. ഇതെല്ലാം നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ താൻ പാർട്ടിയിൽ തുടരുകയാണ്. ഒരു പ്രലോഭനത്തിന് കീഴടങ്ങിയിട്ടില്ല. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറി അടുത്ത് സംസാരിക്കാൻ ചെന്ന തോട്ടപ്പള്ളിക്കാരനായ ഒരു സഖാവിനോട് ശരിയല്ലാത്ത തരത്തിൽ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ടയാൾ സംസാരിച്ചതായി അറിഞ്ഞത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ഞാനൊരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന അർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് കേട്ട് പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായിട്ടില്ല. കൂടുതൽ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി കാലത്ത് സ്വമനസാലെ മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുകയാണ്. ആശയാദർശങ്ങളിൽ ജനലക്ഷങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യും. എല്ലാവർക്കും ആശംസകൾ, നന്ദി എന്ന് പറഞ്ഞായിരുന്നു ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. എന്തായാലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ജി സുധാകരൻ. PK ശശി ഒക്കെ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആരൊക്കെ അകലും എന്നതൊരു ചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.